വേറെ രീതി വരുമോ? അപ്പൊ കണ്ടില്ലേ, രേണു സുധി വെറുപ്പിച്ച് അവസാനം കുട്ടിശങ്കരനോട് ഇഷ്ടം തോന്നി തുടങ്ങിയല്ലോ. അതേപോലെയാണ് ഇപ്പൊ രേണു സുധിയുടെ അവസ്ഥ. ഒരു സമയത്ത് എല്ലാരും വെറുത്തിരുന്ന ഒരാളായിരുന്നു രേണു സുധി. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നെഗറ്റീവ് കമന്റ് വഴി എങ്ങനെ പബ്ലിസിറ്റി പിടിച്ചെടുക്കാമെന്നുള്ളൊരു ഉദാഹരണമാണ് ഈ രേണു സുധി എന്ന് പറയുന്നത്. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഓരോ ആൽബങ്ങളിലും ഓരോ ഫോട്ടോഷൂട്ടിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ആൾക്കാർ എന്തൊക്കെയാണ് രേണുവിനെ പറഞ്ഞത്. ഇവളെ പോലെ ഒരു അഴിഞ്ഞാട്ടക്കാരി, സുധിച്ചേട്ടന് ഒരു അപമാനമായിരുന്നു ഇവൾ, സുധിച്ചേട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ ഡിവോഴ്സ് ചെയ്തേനെ തുടങ്ങിയ കമന്റുകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു രേണു സുധിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തരിയുമല്ല. പുള്ളിക്കാരി അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആൽബത്തിലും ഫോട്ടോഷൂട്ടിലും സിനിമയിലൊക്കെ പുള്ളിക്കാരി അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരിയുടെ അഭിനയം അബദ്ധമാണ് കേട്ടോ, അത് പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ അഭിനയം മോശമാണെങ്കിലും പുള്ളിക്കാരി അഭിനയിച്ച ആൽബങ്ങളാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൾക്കാരെല്ലാം ഇരുന്ന് കാണാൻ തുടങ്ങി കേട്ടോ. എന്തിനാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. രേണു സുധിനെ നല്ല രണ്ട് ചീത്ത പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രേണു സുധി അഭിനയിക്കുന്ന ആൽബത്തിലാണെങ്കിലും ഫോട്ടോഷൂട്ടിലാണെങ്കിലും നല്ല റീച്ച് കിട്ടാൻ തുടങ്ങി. അത് വെച്ച് പലരും മുതലെടുക്കാനും തുടങ്ങി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ രീതിയിൽ രേണു മുന്നോട്ട് പോകുമ്പോൾ തെറി വിളിച്ചവരൊക്കെ പതിയെ മാറി ചിന്തിക്കാൻ തുടങ്ങി. രേണു സുധിയെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. പാവമല്ലേ, അവർ കുടുംബം പോറ്റാൻ ജീവിക്കുകയല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് പറയാൻ തുടങ്ങി. അതിനിടക്കാണ് 2 ദിവസം മുന്നേ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തത്. ആ ഇന്റർവ്യൂവിൽ വെച്ച് ആങ്കർ രേണുവിനോട് വളരെ മോശമായിട്ട് പെരുമാറുകയും രേണു അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. അതോടെ രേണുവിന് നല്ല രീതിയിൽ ഫാൻസ് കൂടിയെന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പൊ ഞാനിത് പറയാൻ വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ തെറി പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഡോക്ടർ രജിത് കുമാർ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും ഞാൻ പുള്ളിക്കാരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു സമയത്ത് ബിഗ് ബോസ് ഭരിച്ച ആളായിരുന്നു. എന്തായാലും ഈ രജിത് കുമാറും രേണുവുമൊത്തുള്ള ഒരു സിനിമയുടെ ലോഞ്ചിങ് സമയത്ത് രേണുവിനെ കണ്ടപ്പോൾ രേണുവിനെ ഭയങ്കരമായിട്ട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നീ സൂക്ഷിക്കണം രേണു, നിന്നെ പലരും ഭയങ്കരമായിട്ട് മുതലെടുക്കുന്നുണ്ട്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഉപദേശമായിരുന്നു അന്ന്. ആ ക്ലിപ്പൊക്കെ ഭയങ്കര വൈറലുമായിരുന്നു. പലരും അതൊക്കെ കണ്ടു കാണും. സംഭവം ഞാൻ അന്ന് അതൊക്കെ എടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ക്ലിപ്പ് വൈറലായ സമയത്ത് അന്ന് രജിത്ത് അണ്ണന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ആ സമയത്ത് രേണു ചേച്ചിക്ക് നല്ല നെഗറ്റീവ് ഉള്ള സമയമായിരുന്നു. രേണുവിന്റെ കുറെ വിവാദ ഫോട്ടോസുകളും റീൽസ് ഒക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് അന്ന് രജിത് കുമാർ അങ്ങനെ ഒരു ഉപദേശം കൊടുത്തപ്പോൾ അതുകൊണ്ട് എല്ലാവരും രജിത് കുമാറിനെ ഭയങ്കരമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ തന്നെ അവളുടെ മുഖത്ത് നോക്കി പറയണം, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് രജിത്തേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര പൊക്കിയടിയായിരുന്നു മൂപ്പരെ. അന്ന് എല്ലാവരും മുതലെടുക്കുമെന്ന് ഉപദേശിച്ച മൂപ്പര് തന്നെ ഇപ്പൊ രേണുവിനെ ഭയങ്കരമായിട്ട് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം ഈ പറയുന്ന രേണുവും ഈ പറയുന്ന രജിത് കുമാറും ഒരുമിച്ച് ഒരു ഫാഷൻ ഷോക്ക് പോയിട്ടുണ്ടായിരുന്നു. സംഭവം രണ്ടുപേരുടെ റാമ്പോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്കൊക്കെ വരാം, അതിനെക്കുറിച്ച് രണ്ടെണ്ണമൊക്കെ പറയാനും ഉണ്ട്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് രേണുവിനെ രജിത്തേട്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാറിൽ കയറാൻ പോകുന്ന സമയത്ത് ഇവരെ എന്താക്കി, ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ അങ്ങ് വളഞ്ഞു. സ്വാഭാവികം ആ ഒരു അവസരം മുതലാക്കി രജിത്ത് അണ്ണന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് മക്കളെ. ഞാൻ പറയുന്നില്ല, നിങ്ങളെ തന്നെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കും. ബാ ഞാൻ കൊണ്ടുപോകണം. അത് വേറെ വേറെ രീതി വരുമോ? രീതിയിൽ വന്നാലും ഞാൻ കൊണ്ടുപോകും. നിങ്ങൾക്ക് തെളിവ് കാണാം. എന്താവും എന്തോ നാളെ അത് ഇടുമ്പോ നേരെ നോക്കണേ. സേഫ് അല്ലേ? ഞാൻ സേഫാണോ മാത്രം നോക്കിയാൽ മതി. ഞാൻ സേഫാണോ മാത്രം നോക്കിയാൽ മതി. ബാക്കി വെച്ചേക്കണേ. എന്റെ കൂടെ ആർക്കും ഈ ലോകത്ത് എവിടെയും വരാം. ആരാണ് ആ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യം ചോദിച്ചവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവനെ രണ്ടെണ്ണം പൊട്ടിക്കണം. ആ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചേക്കണേന്ന്. ഈ വീഡിയോ എടുത്തതിൽ ഒരാളാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ ഈ ദീപന്മാരുടെ സ്ഥിരം രീതിയാണല്ലോ, ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ട് അതിന്റെ പിന്നിൽ നിന്നിട്ട് ഒരുമാതിരി കോണേടി ഉണ്ടല്ലോ. ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ ഇതൊന്നും. ഇമാതിരി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ട് അപ്പുറത്തുള്ള ആളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും, എന്നിട്ട് അങ്ങോട്ട് അത് വിവാദമാക്കി മാറ്റും, എന്നിട്ട് അത് വെച്ച് അങ്ങോട്ട് റീച്ച് ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ വൃത്തികെട്ട ജന്മങ്ങൾ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം ഇവന്മാരെയൊക്കെ. എനിക്ക് രജിത്തേട്ടനോട് പറയാനുള്ളത്,
രേണുസുതിയായിട്ട് നടന്നു വരുന്ന സമയത്ത് രജിത്തേട്ടൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. രേണുസുതിന്റെ ദേഹത്തൊക്കെ കയറി പിടിച്ചിട്ടാണ് ആശ നടന്നു വരുന്നത്. ആരാണിങ്ങനെ നടന്നു വരുന്നതൊക്കെ ഓർക്കണം. രേണുവിനെ വെച്ചിട്ടൊക്കെ പലരും മുതലെടുപ്പ് നടത്തുന്നുണ്ട്. ആശാൻ രേണുവിനെ ഉപദേശിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ആശാൻ തന്നെ മുതലെടുപ്പ് തുടങ്ങി. എന്താല്ലേ ഉപദേശവും ഉമ്പിക്കലും ഒരുപോലെ ഒന്ന് കേട്ടിട്ടുള്ളത്, ഇപ്പൊ അത് കാണുകയും ചെയ്തു. എന്തൊരു ഉപദേശമായിരുന്നു അല്ലേ അന്ന്. എനിക്ക് അപ്പോഴേ തോന്നി ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. എന്തായാലും ഇതിന്റെ ബാക്കി കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. വാ. രണ്ട് പെൺപിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ നമ്മുടെ നിയമം തെറ്റിക്കില്ല. സമയം ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. എങ്ങനെ രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി പോയി. ആ ബെസ്റ്റ് ഇതെന്താണോ ഡബിൾ ഡെക്കർ വണ്ടിയോ ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് അട്ടിമറിയിട്ടതുപോലെ. നീല സീറ്റിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് രണ്ടുപേരെയും കയറ്റി മുന്നിലിരുത്തിയിരിക്കുന്നത്. ചുമ്മാ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ച ചോദ്യങ്ങളും ചോദ്യത്തിന് കൊടുത്ത മറുപടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഡബിൾ മീനിങ് കൊണ്ട് ഒരു ആറാട്ടായിരുന്നു അവിടെ. രേണുസുതിയും വേറൊരു പെണ്ണും മുമ്പിൽ കയറിയ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയക്കാരൻ അടിച്ച ഡയലോഗ് എന്താണ്? രജിത്തേട്ടന്റെ ഒരു സമയം തന്നെയാണ്. അന്നേരമുള്ള രജിത്തേട്ടന്റെ മറുപടി നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരേക്ക് എത്തിയതെന്ന്. അപ്പൊ അന്നേരമുള്ള ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യം എന്താണ്? ഇതിനാണോ കഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ രജിത്തേട്ടന്റെ മറുപടി നിങ്ങൾ കേട്ടില്ലായിരുന്നു? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം വാരിക്കോരി തരുമെന്ന്. എന്തോന്നടേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകുക തന്നെയല്ലേ? സൈഡിലിരിക്കുന്ന ഒരു വിധവയാണെന്ന് പോലും വിചാരിക്കാതെ ഇവരൊക്കെ ഇങ്ങനെ അടിച്ചു വിടുന്നത്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് രേണുസുതി ആയതുകൊണ്ട് എന്നും പറയാലോ. എന്ത് പറഞ്ഞാലും പുള്ളിക്കാരത്തി ചിരിച്ചങ്ങോട്ട് തള്ളിക്കളയും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പൊ രേണുസുതിനെ പലരും മുതലെടുക്കുന്നത്. അത് വേറെ കാര്യം. രേണുവിന് പകരം അവിടെ വേറെ ആരെങ്കിലും ആയിരിക്കണം. ഈ ചോദ്യം ചോദിച്ചതിനും ഇമാതിരി മറുപടി കൊടുത്ത രജിത്തണ്ണനും നല്ല താരാട്ടുപാട്ട് കേട്ടേനെ. വേണമെങ്കിൽ ആ കാറിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയേനെ. ഇമാതിരി ഡബിൾ മീനിങ് ഒക്കെ കേട്ട് ആ കാറിലിരിക്കേണ്ട ഗതികേട് വേറെ ആർക്കുമില്ല. രേണുസുതി ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞിട്ടില്ല, ബാക്കി കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് വരാം. വാ. ഗിയറിൽ കയറിയിരിക്കില്ല. അവൻ അറിഞ്ഞില്ലല്ലോ. ഇല്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് റീലാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് തന്നെ നീലക്കുയിലുകാരാണ്. എന്നിട്ട് നീലക്കുയിൽ ഇല്ലല്ലോ എന്നൊക്കെ. എന്തായാലും നീലക്കുയിലിനെ കുറിച്ചൊക്കെ രേണുവിന് നല്ല ബോധം ഉണ്ടല്ലേ. ഏതൊക്കെ ഓൺലൈൻ മീഡിയക്കാരാണ് എന്തൊക്കെ അപരാധങ്ങൾ അടിച്ചുവിടുമെന്ന് രേണുവിന് നല്ല ബോധം ഉണ്ടല്ലേ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് രേണുവിനെ വെച്ചിട്ടാണല്ലോ അവന്മാര് ജീവിക്കുന്നത്. എന്തായാലും രജിത്തണ്ണൻ അടിച്ച ആ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഗിയറിന്റെ മേളിൽ എന്തായാലും രേണു കയറിയിരിക്കില്ല എന്ന്. രേണുസുതി ഈ ചോദ്യം ചോദിക്കുന്നത് നീലക്കുയിൽ ഇല്ലല്ലോ എന്ന്. എന്തായാലും കൊള്ളാം, ഈ കിട്ടിയ സമയത്ത് എല്ലാവരും ഡബിൾ മീനിങ് അടിച്ച് വിടുന്നുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ. എന്തായാലും ബാക്കി കൂടെ കേട്ടിട്ട് വരാം. ഇതിനു വേണ്ടിയല്ല ഇഷ്ടപ്പെട്ടത്, ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. ഇതൊക്കെ വല്ലാത്തൊരു ടൈപ്പ് സഹായം തന്നെ ആയിപ്പോയി. റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞ ഒരു പെണ്ണിന്റെ തോളിൽ കയറി പിടിച്ചിട്ട് അവര് കാറിൽ കയറി ഇരുന്നപ്പോ ഇങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഇനി ആരോടും ചെയ്യരുത് കേട്ടോ, ദൈവത്തെ ഓർത്ത്. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആ മുഖത്ത് പാട് വീഴുന്നത് കണ്ടിട്ട് ചിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞതാ. എന്തായാലും ബാക്കി കൂടെ പറഞ്ഞാട്ടെ. ബാ നമുക്ക് വണ്ടിയില്ലല്ലോ, സാറിനെ കൊണ്ടുപോകും. ഇതൊക്കെ ദൈവികമായ ഒരു പ്രത്യേക സന്തോഷം. ആ കൊള്ളാം, അങ്ങനെയാണല്ലോ ഇയാളുടെ ദൈവികമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ. ഇയാൾ ഇനിയും മറ്റുള്ളവരിൽ നിന്നൊക്കെ ദൈവിക സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇയാൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇത് വല്ലാത്തൊരു ദൈവിക സന്തോഷമായി പോയി കേട്ടോ. എന്തായാലും ബാക്കി കൂടെ പറഞ്ഞട്ടെ. ബാ. ട്രെയിൻ സമയം രേണു സൂക്ഷിച്ച ഗിയർ ഇടുന്നു. അല്ല അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറിയിരിക്കില്ല. ശരി, നീലക്കോയിലില്ലല്ലോ. അവൻ അറിഞ്ഞില്ലല്ലോ. സൂക്ഷിക്കണേ. ഞാനാ പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൈ കൊണ്ട് രേണു ഗിയർ മാറിയതി സമയത്ത് നോക്കി ഗിയർ പറഞ്ഞേ. അത് നോക്കി ഗിയർ മാറണമെന്ന്. എന്തായാലും നീലക്കുയിലെ ആൾക്കാർ തന്നെയായിരിക്കും ഇമാതിരി അപരാധം പിടിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. വെറുതെ അല്ല ഇവന്മാരെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വെറുക്കുന്നത്. ഏത് സെലിബ്രിറ്റികളെ കണ്ടാലും ഇമാതിരി ചോദ്യങ്ങൾ അവന്മാർക്ക് ചോദിക്കണം. ഇനി ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ചെറുത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ രേണുസുതിയുടെയും രജിത്തണ്ണന്റെയും റാംബാക്ക് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഇവരുടെ വേറൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ഈ റാംബാക്ക് നടത്താൻ വേണ്ടിയിട്ട്. ആ ദൃശ്യങ്ങളൊക്കെ കാണേണ്ടത് തന്നെയാണ് മക്കളെ.
അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം വാ. ഇതെന്തോന്ന് രണ്ടുപേരുടെ അരക്ക് പിടിച്ചോണ്ട് വന്നിട്ട് അങ്ങോട്ടൊരു തിരി ഇങ്ങോട്ടൊരു തിരി അതിന്റെ ഒരൊറ്റ പോക്ക്. ഇതെന്ത് വാട്ടർ പാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തിരിക്കാൻ? ഇതൊന്നും ഇവരുടെ പ്ലാൻ ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. ഇവരുടെ പിടി കണ്ടപ്പോ രേണുസുധീന്റെ ചിരി കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തായാലും കൊള്ളാം, രേണുസുധീനെ വെച്ച് മുതലെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ മുതലെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നല്ല കൂടിപ്പോവും. അതുകൊണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.